ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റ് വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഓണമായാലും വിഷു ആയാലും സദ്യയിൽ നമ്മളെല്ലാവരും എരിശ്ശേരി വിളമ്പാറുണ്ട്. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു മത്തങ്ങയും വൻപയറും കൂടെ ചേർത്ത് ഒരു അടിപൊളി എരിശ്ശേരി തയ്യാറാക്കിയാലോ? അതിനായി ഞാൻ വൻപയർ 1 കപ്പ് എടുത്ത് അത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂറോളം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വൻപയർ നമ്മുടെ കുക്കറിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ. ഇനി ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു പച്ചമുളക് ഞുറുക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം, അതായത് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് കുക്കർ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. അതിനുശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 2 to 3 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കുക്കർ നന്നായിട്ട് തണുത്തതിന് ശേഷം നോക്കിക്കൊള്ളു. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ വൻപയർ ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമ്മളിവിടെ 1 കപ്പ് മത്തങ്ങ ഇതുപോലെ വലിയ വലിയ ക്യൂബ്സ് ആക്കി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഫ്രഷ് ആയിട്ട് നമ്മുടെ തന്നെ പറമ്പിലുണ്ടായ മത്തങ്ങയാണ് കേട്ടോ, നല്ല പഴുത്ത മത്തങ്ങയാണ്. അതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ കരിവേപ്പില 1 തണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 2 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മത്തങ്ങ ഒന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് നാളികേരം മിക്സി ജാറിലോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂണ് നമ്മുടെ സാധാ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചേർത്തതിന് ശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, നമ്മുടെ നാളികേരം ഞാനിവിടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ക്രഷ് ചെയ്ത് ഏകദേശം ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റാക്കി അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു രീതിയിൽ ഇതുപോലെ ക്രഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു കടായി എടുക്കാം. കടായിലോട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂണ് വെളിച്ചെണ്ണ നമുക്ക് ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂണ് കടുക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് നാളികേരം, ഫ്രഷായിട്ട് ചിരിയ 1 കപ്പ് നാളികേരം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു വത്തലമുളക് ജസ്റ്റ് ഒന്ന് ഞുറുക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. വത്തലമുളക് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കറികൾക്കെല്ലാം ടേസ്റ്റ് കൂട്ടുന്ന നമ്മുടെ കരിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കരിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം ഈ വകയെല്ലാം നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് നമ്മുടെ ഈ ഒരു നാളികേരം റോസ്റ്റായി വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുക്കർ ഒന്ന് നമ്മുടെ മത്തങ്ങ എല്ലാം വെന്തതിന് ശേഷം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, നോക്കിക്കോളൂ, നമ്മുടെ മത്തങ്ങ എല്ലാം നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, മത്തങ്ങയുടെ ആ ഒരു നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയ ഭാഗം. അപ്പം നിങ്ങൾക്ക് ഉടയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് മത്തങ്ങ എല്ലാം ഉടച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം മിക്സ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നാളികേരം ചേർത്തതിന് ശേഷം മിക്സി ജാറിലോട്ട് ഒരു 2 ടീസ്പൂണ് വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ കഴുകി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എത്രമാത്രം തിക്നെസ് വേണം അതനുസരിച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തോളൂ. ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നല്ലൊരു ബോയിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മുന്നേ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരം മിക്സർ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബോയിൽ വരുന്നിടം വരെ ഒരു 2 to 3 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലൊരു ബോയിൽ വന്നതിന് ശേഷം നോക്കിക്കോളൂ, നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു എരിശ്ശേരി ഇവിടെ റെഡിയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഓണസദ്യയിൽ നമ്മുടെ ഈ ഒരു മത്തങ്ങ എരിശ്ശേരി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റ് വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.